നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും UDFന്റെ തേരോട്ടം. മുതുതല, തിരുവേഗപ്പുറ, വാടാനാംകുറിശി ഡിവിഷനുകളിലാണ് UDF വിജയം കരസ്ഥമാക്കിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന മത്സരത്തിൽ പട്ടാമ്പി മണ്ഡലത്തിലുള്ള ഡിവിഷനുകളിൽ UDF ആധിപത്യം നേടി. മുതുതല, തിരുവേഗപ്പുറ, വാടാനാംകുറിശി എന്നീ ഡിവിഷനുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ മിന്നും വിജയം കരസ്ഥമാക്കിയത്. മുതുതല ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥി ഇസ്മയിൽ വിളിയൂരാണ് വിജയിച്ചത്. 1478 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇസ്മയിൽ വിളിയൂരിന്റെ വിജയം. 26,031 വോട്ട് ഇസ്മയിൽ വിളിയൂർ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ LDFിലെ TP അഹമ്മദ് 24,553 വോട്ടാണ് നേടിയത്. BJP സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണൻകുട്ടി 6,981 വോട്ടും SDPI സ്ഥാനാർത്ഥി മുഹമ്മദ് അഫ്സൽ 1,944 വോട്ടും കരസ്ഥമാക്കി. തിരുവേഗപ്പുറ ഡിവിഷനിൽ വീണ്ടും UDF ആധിപത്യം തുടർന്നു. UDFിലെ PP ഇന്ദിരാദേവി 7,939 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡിവിഷനിൽ നിന്നും വിജയിച്ചത്. ഇന്ദിരാദേവിക്ക് 28,021 വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ LDFിലെ റഹീസയ്ക്ക് 20,082 വോട്ടാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥിയായ സുനിതയ്ക്ക് 6,118 വോട്ടും ലഭിച്ചു. വാടാനാംകുറിശി ഡിവിഷനിലും UDF സ്ഥാനാർത്ഥി വിജയം കരസ്ഥമാക്കി. UDFിലെ KV ബേബി 3,973 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡിവിഷനിൽ വിജയിച്ചത്. 27,127 വോട്ട് UDF ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി VP സതീദേവിക്ക് 23,154 വോട്ടാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി ലതയ്ക്ക് 7,430 വോട്ടും ലഭിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിളയൂരിലെ ദമ്പതികൾക്ക് വിജയം. UDFിൽ നിന്നുമുള്ള ഹുസൈൻ കണ്ടേങ്കാവും ഭാര്യ ഹസീന ഹുസൈനുമാണ് മിന്നും വിജയം കരസ്ഥമാക്കിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിളയൂർ പഞ്ചായത്തിൽ മത്സരിച്ച ദമ്പതികൾക്ക് വിജയം. ദമ്പതിമാരായ ഹുസൈൻ കണ്ടേങ്കാവിനും സക്കീന ഹുസൈനുമാണ് തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാനായത്. 3-ാം വാർഡിലെ പൂവാനിക്കുന്നിൽ നിന്നും കണ്ടേങ്കാവിൽ നിന്നുമാണ് ഇരുവരും മത്സരിച്ചത്. 2010-ലും 2011-ലും ഹസീന ഹുസൈൻ പഞ്ചായത്ത് അംഗമായിരുന്നു. 2020-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇത് 3-ാം തവണയാണ് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഹുസൈൻ കണ്ടേങ്കാവ് 2015-ൽ പഞ്ചായത്ത് അംഗമായിരുന്നു. 2020-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇത് 2-ാം തവണയാണ് ഹുസൈൻ കണ്ടേങ്കാവ് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 220 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു സക്കീന ഹുസൈൻ വിജയിച്ചത്. 204 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഹുസൈൻ കണ്ടേങ്കാവിന്റെ വിജയം. സുനിശ്ചിതമായ വിജയം ലക്ഷ്യമിട്ടാണ് മത്സരരംഗത്തിറങ്ങിയതെന്ന് ഇരുവരും പറഞ്ഞു. ഞങ്ങൾ 3-4 വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. 3-ാം വാർഡിലും 4-ാം വാർഡിലും ഏകദേശം 250ഓളം അടുത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ രണ്ടാളും വിജയിച്ചിട്ടുള്ളത്. മുമ്പ് നിങ്ങളുടെ അഭിമുഖത്തിൽ ഞങ്ങൾ പറയേണ്ടായിരുന്നു, പിന്നെ ജയത്തിൽ കുറഞ്ഞ് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കില്ല എന്നുള്ളത്. വൻ വിജയമാണ്. ഞങ്ങളുടെ 2 വാർഡുകളിലുള്ള മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ എല്ലാ നിലക്കും മുഴുവൻ ജനങ്ങൾ ഞങ്ങളോടും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ആ വാർഡിലെ വോട്ടർമാർക്ക് ഞങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചത് പിന്നെ 10-ാം വാർഡിലായിരുന്നു. ഇവർ മത്സരിച്ചിരുന്നത് 3-ാം വാർഡിലായിരുന്നു. 3-ാം വാർഡിൽ അവരും 10-ാം വാർഡിൽ ഞാനും പരാജയപ്പെടുണ്ടായി. പക്ഷേ ഇവർ 3-ാം തവണയാണ് പിന്നെ പഞ്ചായത്തിലെ പിന്നെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ 2-ാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. വരവൂരിൽ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലി സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകർ CPM പ്രവർത്തകന്റെ വീട് കയറി ആക്രമണം നടത്തിയതായി പരാതി. 9-ാം വാർഡ് നടത്തറ കാർലിമുക്കിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 10:30-യോടെ സംഘർഷമുണ്ടായത്. നായർ വീട്ടിൽ ജനാർദ്ദനെയും സ്ത്രീകളെയും കുട്ടികളെയും കോൺഗ്രസ് പ്രവർത്തകർ ഇരുമ്പുവടി ഉപയോഗിച്ച് മർദ്ദിച്ചതായാണ് പരാതി. തെരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദ പ്രകടനത്തിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിനു മുന്നിൽ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലി CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് രാത്രിയിൽ വീട് കയറി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ജനാർദ്ദനെയും കിടപ്പുരോഗിയായ മകൻ അഭിനവദാസിനെയും കമ്പി ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചു എന്ന് പറയുന്നു. ഗോപിക, സന്ദീപ്, സംഗീത എന്നിവരെയും ഇരുമ്പുവടി ഉപയോഗിച്ച് മർദ്ദിച്ചതായി പറയുന്നു. ഗോപിയുടെ കഴുത്തിലാണ് അടിയേറ്റത്. മർദ്ദനമേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. പരുതൂരിൽ UDFിൽ നിന്നും ഭരണം തിരിച്ചുപിടിച്ച് LDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൊടിക്കുന്ന് മുതൽ കരുവാൻപടി വരെയായിരുന്നു ആഹ്ലാദ പ്രകടനം നടത്തിയത്.
വെച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയാണ്. ഈ ചെങ്കോട്ടയിൽ കടന്നു കയറാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല എന്ന് അറിയിച്ചുകൊണ്ട് മരുന്നൂരിന്റെ ഭരണം വീണ്ടും ചുവന്ന മണ്ണിനെ ചെങ്കൊടിയേൽപ്പിച്ച ഈ നാട്ടിന് മുഴുവൻ നാട്ടുകാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തവരെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, തമിഴ് പാടി തേരി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയ പൂമേ നടക്കുമ്പോൾ വരാനിരിക്കുന്ന വരൾച്ചയെ നേരിടാൻ വെള്ളിയാങ്കല്ല് തടയണയിൽ ജലസംഭരണം ആരംഭിച്ചു. തടയണയുടെ ഷട്ടറുകൾ താഴ്ത്തിയതോടെയാണ് തടയണ ജലസമൃദ്ധിയിലായത്. പോയ വേനലിൽ കുടിവെള്ളം കിട്ടാത്തതിന്റെ ദുരിതമനുഭവിച്ച നാട്ടുകാർക്ക് നിളയിലെ ജലസമൃദ്ധി ആശ്വാസമായി. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു നിളയിലെ നീരൊഴുക്ക് കുറയാറുള്ളത്. എന്നാൽ മഴ ലഭ്യതയിലുണ്ടായ കുറവ് മൂലം ഇത്തവണ നേരത്തെ സംഭരണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം വേനൽ അവസാനത്തോടെ നിള പൂർണ്ണമായും വറ്റിവരണ്ടിരുന്നു. ജില്ലയിലും സമീപ ജില്ലകളിലുമായി 3 നഗരസഭകൾ, പട്ടാമ്പി താലൂക്കിലെ 8ഓളം പഞ്ചായത്തുകൾ എന്നിവയുടെയെല്ലാം പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് വെള്ളിയാങ്കല്ല് തടയണ. ഇത് വറ്റിയതോടെ ഇവയുടെ പ്രവർത്തനവും ആശങ്കയിലായിരുന്നു. ജൂൺ മാസം അവസാനമായിട്ടും അന്ന് തടയണയിലെ ജലനിരപ്പ് ഉയർന്നിരുന്നില്ല. പരമാവധി 3.5 മീറ്ററാണ് തടയണയുടെ സംഭരണശേഷി. ഷട്ടറുകൾ താഴ്ത്തിയതോടെ 1.5 മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. ഇതോടെ വെള്ളിയാങ്കല്ല് മുതൽ പട്ടാമ്പി വരെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഭാരതപ്പുഴ. ജലനിരപ്പ് ഉയർന്നത് തീരദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കുന്നതിനായി ഏതാനും ചില ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിച്ചാണ് ജലസംഭരണം. ജലസമൃദ്ധിയിലായ തടയണ കാണാൻ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയായിട്ടും ജലസംഭരണി മാലിന്യമുക്തമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. പുഴയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതോടെ മുൻവർഷങ്ങളിൽ വേനൽ പകുതിയാകുമ്പോഴേക്കും വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടു തുടങ്ങാറുണ്ട്. സംഭരണം ആരംഭിക്കുന്നതോടെ വെള്ളത്തിന്റെ നീല നിറം മാറി ഇരുണ്ട പച്ചനിറമായി മാറുകയും എണ്ണമയമുള്ള പാട കെട്ടുകയും ചെയ്യാറുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്താൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് തടയണയിലേക്കാണ്. വെള്ളിയാങ്കലിനെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളിൽ പലതിനും മതിയായ ശുചീകരണ സംവിധാനങ്ങളില്ല. നിലവിൽ ക്ലോറിനേഷൻ മാത്രമാണ് ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന രീതി. വർഷങ്ങൾക്ക് മുൻപ് നടന്ന പഠനങ്ങളിൽ ഭാരതപ്പുഴയിലെ വെള്ളത്തിൽ ആരോഗ്യത്തിന് ഹാനികരമായ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കോളിഫോം ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ക്ലോറിനേഷൻ സംവിധാനം അപര്യാപ്തവുമാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് റോഡ് ഷോ ആഘോഷങ്ങളുടെ വിജയത്തിനായി സംഘാടക സമിതി യോഗം ചേർന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം മാനേജിംഗ് കമ്മിറ്റി, യൂത്ത് അസോസിയേഷൻ, കുടുംബ യൂണിറ്റ്, സൺഡേ സ്കൂൾ, വനിതാ സമാജം, കൊയർ, മദ്ബഹ ശുശ്രൂഷ സംഘം, എൽഡേഴ്സ് ഫോറം തുടങ്ങിയ ഭക്ത സംഘടനാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ അധ്യക്ഷനായി. ക്രിസ്മസ് റോഡ് ഷോയുടെ വിജയത്തിനായി CV ഷാബു മാസ്റ്റർ കൺവീനറായി. 50 അംഗ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. ഡിസംബർ 21 ഞായറാഴ്ച വൈകിട്ട് 7-ന് ഇടവകയുടെ നേതൃത്വത്തിൽ അങ്ങാടി ചുറ്റിയുള്ള ക്രിസ്മസ് റോഡ് ഷോ നടത്തും. യോഗത്തിൽ ട്രസ്റ്റി CU ചലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ചൌച്ചേരിയിൽ മലമ്പാമ്പിനെ പിടികൂടി. ശനിയാഴ്ച രാത്രി 10:30യോടെയാണ് പാമ്പിനെ റോഡരികിലെ പൊന്തക്കാടുകൾക്കിടയിൽ കണ്ടത്. തുടർന്ന് ആളുകൂടിയതോടെ പാമ്പ് മറ്റൊരു പൊന്തക്കാടിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി. ജനവാസ മേഖലയായതിനാൽ നാട്ടുകാർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മലമ്പാമ്പിനെ പിടികൂടി. 6 അടിയോളം നീളമുള്ള പാമ്പിനെ വനമേഖലയിൽ തുറന്നുവിട്ടു. തൃത്താല മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജനവാസ മേഖലകളോട് ചേർന്ന് മലമ്പാമ്പിനെ പിടികൂടുന്നത് നിത്യസംഭവമാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.